എന്തോ രാത്രി പാദയാത്രയ്ക്ക് എവിടെയാണെന്ന് തൂക്കി പോയേക്ക് അവനേതാണ്ട് അഭിനയിക്കാൻ പോയതായിരിക്കും ഇങ്ങനെ പാദയാത്രയ്ക്ക് അങ്ങാണ്ട് ഇങ്ങോട്ട് വന്ന് കയറുന്നതൊക്കെ അഭിനയിക്കാൻ പോകുന്നതായിരിക്കും കുട്ടച്ചാലേ ബാഗും ഒക്കെ തൂക്കി ഇങ്ങനെ ചാടി പോന്നേ ഉണ്ട് രാവിലെ വൈകിട്ട് ഇവിടെ അവനുണ്ട് അവിടെ. ചമ്മന്തി
ഞാൻ കഴിക്കളയും. ഞാനും എൻ്റെ അമ്മയും മാത്രമേ രാത്രിയിൽ ഇവിടെ. എൻ്റെ അമ്മേ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ രാത്രി. അമ്മേ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ രാത്രിയിൽ. ഇങ്ങനെ പല കഥകളും ഉണ്ടാക്കും ചുമ്മാ. ഇതങ്ങ് ഉഗാണ്ടയിലാന്ന് പറയാം അതുപോലത്തെ ആൾക്കാരായിരുന്മാര്. അത്ര സമ്പത്തരമാണ്. ഇത് വേറെ ഏതോ അടുക്കളയാണെന്നൊക്കെ പറയും. സഹദേവ അടുക്കളയാ. സഹദേവ മന്ദിരത്തിലെ അടുക്കള. ഇങ്ങനെ പല പല കള്ളത്തരവും കമ്മട്ടവുമായിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് ഒരു മനുഷ്യനെ കൊന്നത് അവിടെ ഇതുപോലെ ഹണി ട്രാപ്പുമായിട്ട് നടക്കുമാര്. അതുപോലെ ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്ത കണ്ടില്ലേ ഒരുക്കി. ഇതുപോലെ പണ്ട് ഒരുക്കി ഇതുപോലെ ഡാം കടക്കിയായിരുന്നു. അവിടെ എല്ലാം കൂടെ നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കായിരുന്നു അവിടെ അന്ന്. ഇതുപോലെ ഒരുത്തനെ ഇവിടെ പോയിരിക്കുക കള്ളി. ഇതുപോലെ ഇവന്മാരൊക്കെ ഓടേണ്ടി വരും. ഇതൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇവന്മാരുടെ കള്ളത്തരങ്ങൾ പലതുണ്ട്. ഇവന്മാരൊക്കെ ഡൽഹി മുതൽ അതിന് മുന്നിൽ മുതൽ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചു വയ്ക്കുന്നത്. നമ്മുടെ ആരാണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ ആരാണ്ടയുടെ ഊരാന്നൊക്കെ പറഞ്ഞോണ്ട് തോന്നേ. അവിടെ പോയി അവിടെ പിടിച്ചു കൊണ്ടുവന്ന് അറക്കുക വേണ്ടത്. പിടിച്ചു കൊണ്ടുവന്ന് അറക്കണം അവിടെ തുണിയാത്ത കൈ. ഇതിന് മുമ്പ് വേർത്തി ഉണ്ടായിരുന്നു ഇതുപോലെ. അവള് തുണിയില്ലാത്ത ഫോട്ടോസ് ആയിരുന്നു അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ആളുകളെല്ലാം അവളെ വലിച്ചു കീറിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഒരു ശകലമില്ലാത്ത ഇവള് ഇതിനു വേണ്ടി ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രസിദ്ധയാവാൻ ഇറങ്ങി. അവള് വലിയ ഇതിനൊക്കെ എതിരെയൊന്ന് പ്രതികരിക്കുന്നവളാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കള്ളത്തരവുമായിട്ട് നടന്നായിരുന്നു. ഒന്നും അങ്ങനെ നല്ല ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോഴേ ആളുകൾക്ക് മനസ്സിലായി തുണി കൊടുക്കാത്തവളാണ്. ഇവിടെ ഇതിന് തന്നെ ഇരിക്കുന്നവളാണ്. ഇങ്ങനെ കുറെ അവളുമാരും ഉണ്ട്. ഹണി ട്രാപ്പ് എന്നാ പറയുന്നില്ല. ഹണി ട്രാപ്പ് ഇങ്ങനെ നടക്കുക. ഹണി ട്രാപ്പുമായിട്ട് നല്ല ആണുങ്ങളെയും ഒക്കെ പിടിച്ച് ഭാവി നശിപ്പിക്കുക. ആണുങ്ങളെയും നല്ല പഠിത്തമൊക്കെ ഉള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പിടിക്കുക. ഭാവി നശിപ്പിക്കുക. ഇങ്ങനത്തെ കഥകൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഇവന്മാരുടെ ജോലി. ഇവന്മാരുടെ ജോലി ഇല്ല. എല്ലാവർക്കും അറിയത്തില്ലേ ഹണി ട്രാപ്പൊക്കെ ആളുകൾ വിചാരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ അറിഞ്ഞു ഈ അയാളെ ഫോട്ടോ അയാള് വലിയ തിരക്കുള്ള ബസ്സിനകത്ത് ഇവളെന്തിനാ മാറി നിൽക്കണം. ഇവന്മാരെന്തോ നമ്മൾ വേണ്ട തിരക്കുള്ള എത്രയോ മാവേലിക്കുന്ന ബസ്സിൽ കയറുന്നു. മുന്നിലോട്ട് പോയി നിൽക്കുമല്ലേ മാറി ഒതുങ്ങി നിൽക്കണം. അല്ലെ തൊട്ട അന്നേരവേ അടി കൊടുക്കണം. അതാ വേണ്ടത്. അതാ പറഞ്ഞത്. മുന്നിലോട്ടൊന്നും ആളുകൾ വരാറില്ല. എന്തുവാണ് ഇവന്മാരെയൊക്കെ ഇതൊക്കെ. അതുകൊണ്ട് ബസ് അവസാനം സ്റ്റോപ്പിൽ വന്നപ്പോഴാ ബസ്സിലൊക്കെ ഇപ്പൊ CCTV ക്യാമറ ഉണ്ട്. CCTV ക്യാമറകളൊക്കെ മാറ്റത്തില്ലയോ? അങ്ങനല്ലേ ആര്യ രാജേന്ദ്രൻ മാറ്റിയത്. അവിടെ അഹങ്കാരം എല്ലാം പിടിച്ചു വെച്ചത്. പല പല ഇതുമായിട്ട് നടക്കുക. കുറെ കൂണ്ടായ്മയായിട്ട് നടക്കുന്ന കുറെ അവളുമാരിങ്ങനെ ഇറങ്ങുന്നത്. അവളുമാരും എന്തുവാകുമെന്നുള്ള ഇപ്പം കുറെ ഇങ്ങനത്തെ കുറെ അവളുമാരും ഇങ്ങനെ കാശുണ്ടാക്കുക. എന്തൊക്കെ ഇൻഷുറൻസും ഒക്കെ അടിക്കാനായിട്ട് ഇങ്ങനെ നടക്കുക. ഹണി ട്രാപ്പുമായിട്ട് നടക്കുക കുറെ അവളുമാരും. ഇവിടെ ഇതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് അടുക്കള എൻ്റെ അമ്മയാണിത്. ഇവിടെ ഇങ്ങനെ കഥകളാണ് ഭയങ്കര. നാരകമാണെന്ന് ഇവിടെ ഏതാണ് ഗന്ധർവൻ. പിന്നെ മുടി കൊഴിക്കണം. നമ്മുടെ തലയിലിരിക്കുന്ന നമ്മുടെ മുടി കൊഴിക്കണം ഇവിടുമാർക്ക്. പിന്നെ നഖം പൊടിക്കണം. ഇതിനൊക്കെ ആസിഡ് നഖമൊക്കെ ഇങ്ങനെ കടിച്ചു വരച്ച പോലെ ഇരിക്കുന്നത്. ഇങ്ങനെ ഉരുകിപ്പോവാ. അതുപോലത്തെ ആസിഡാ വെള്ളത്തിൽ കിടക്കുന്നത്. ഉരുകുന്ന പോലത്തെ ഉരുക്കി കളയുന്ന പോലെ. അവിടെ നഖം കണ്ടറിയാം. ഇനിയും കാണാൻ പോവാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ വെക്കും. നഖത്തിന്റെ ആ ഉരുക്കം കാണിക്കാൻ. ഇങ്ങനെയാണോ നഖം ഒടിയുന്നത് നിങ്ങൾ പറയണം. അതുപോലെ നഖം ഒടിക്കുന്നത്. ഇതുപോലെയായിരുന്നു ഡൽഹിയിലും കുറെ അവളുമാരും ഇതെല്ലാം ഉണ്ട്. എൻ്റെ എല്ലാ അവളുമാരുടെയും എല്ലാം അഭിനയിക്കുന്നവളുമാരുടെയും ഫോട്ടോ നമ്മുടെ കൈവശമുണ്ട്. എല്ലാ അവളുമാരുടെയും ഫോട്ടോ സേവ് ചെയ്തിട്ടിരിക്കുക. ഡൽഹിയിൽ ഇതുപോലെ കുറെ തുണിയാട്ടം നടത്തിയത് അവളുമാരെല്ലാം